ഹലോ ഓൾ, വെൽക്കം ടു അവർ ചാനൽ NCERT മലയാളം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERTയിലെ ക്ലാസ് 8ലെ ബേസിക് സയൻസ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷനാണ്. അതിൻ്റെ പാർട്ട് 1 ആണ്. പാർട്ട് 2, പാർട്ട് 3 ഒക്കെ നമ്മൾ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ SCERT ക്ലാസ്സസ് എടുക്കുന്നത്. സോ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 1 ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചാമ്പേഴ്സ്, അതായത് ചെറിയ ചെറിയ ചാമ്പറുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറകൾ, ചെറിയ ചെറിയ അറകളിൽ ഉള്ള മിസ്റ്ററീസ് അല്ലെങ്കിൽ സീക്രട്ട്, അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കമാണ്. ചാപ്റ്ററിൻ്റെ പേരൊന്നുകൂടെ പറയാം. ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചാമ്പേഴ്സ്, ചെറിയ അറകളിലുള്ള അതുപോലത്തെ ജീവനുള്ള മിസ്റ്ററീസ് അല്ലെങ്കിൽ സീക്രട്ട്. ഇനി the bell rang. It is the biology period now. Manu, the class leader, peeped out to the veranda and said, "Teacher is coming. She has something in her hand too." അപ്പോൾ ബെല്ലടിച്ചപ്പോൾ ബയോളജി പീരീഡ് ആണ് ഇപ്പോൾ ഉള്ളത്. മനു ആണ് ക്ലാസ്സിലെ റെപ്പ് അല്ലെങ്കിൽ ലീഡർ. മനു എന്ത് ചെയ്തു, വരാന്തയിലേക്ക് പീപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ എത്തി നോക്കി, എന്നിട്ട് പറഞ്ഞു ടീച്ചർ വരുന്നുണ്ട്, ടീച്ചറുടെ കയ്യിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു. It is her usual way. She always carries some materials in her hand. What is she bringing today? Everyone became anxious. അപ്പോൾ അവരുടെ ആ ടീച്ചറിൻ്റെ യൂഷ്വലി ഉള്ള വരവാണിത്. എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൗതുകമുള്ള സാധനങ്ങൾ കയ്യിലുണ്ടാകും. അപ്പോൾ എന്താ ഇന്ന് കൊണ്ടുവരുന്നത്? എല്ലാവരും ഒന്ന് ആങ്ഷ്യസ് ആയില്ല, അവരൊന്ന് വറീഡായിപ്പോയി കേട്ടോ. When the teacher entered the class, Rehna said in a loud voice, "I know it. Isn't it a microscope?" ടീച്ചർ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ തന്നെ രഹന പറഞ്ഞു, എനിക്കറിയാം അതെന്താന്ന്, അതൊരു മൈക്രോസ്കോപ്പ് അല്ലേ. ആൻഡ് വാട്ട് ഈസ് ഇൻ യുവർ അതർ ഹാൻഡ് മാഡം? ഐ വിൽ ടെൽ യു. അപ്പം ടീച്ചറുടെ വേറെ കയ്യിലെന്താ ഉള്ളത്? അപ്പോൾ ഞാൻ പറയാമെന്ന് ടീച്ചർ മറുപടി പറഞ്ഞു. ദ ടീച്ചർ പ്ലേസ്ഡ് ദി microscope on the table and gave the other materials to Meenu. Madam, is it the root of a plantain? അപ്പോൾ ടീച്ചർ ഇങ്ങോട്ട് മൈക്രോസ്കോപ്പ് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ബാക്കി സാധനങ്ങളൊക്കെ ആർക്ക് കൊടുത്തു? മീനുവിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മാഡം ഇത് പ്ലാന്റെയിൻ അല്ലേ, അതായത് ഇത് വാഴയുടെ റൂട്ടല്ലേ, വേരല്ലേ എന്ന് ചോദിച്ചു. പ്ലാന്റെയിൻ എന്ന് പറയുമ്പോൾ വാഴയുടെ വേരല്ലേ എന്ന് ചോദിച്ചു. ഇനി don't you know that the body of all organisms are made up of cells? Let's observe the cells in the root of a plantain through this microscope. Don't you remember having observed onion cells? Similarly, arrangements should be made to observe the cells in the root of plantain. All required materials are there in the box. Who will do this? അപ്പോൾ ടീച്ചർ പറയാണ്, എല്ലാ ബോഡി ഓഫ് ഓർഗാനിസംസും അല്ലെങ്കിൽ എല്ലാ ഓർഗാനിസംസിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്ലാന്റേൻ്റെ വാഴയുടെ റൂട്ടിലെ സെൽസ് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പണ്ടൊക്കെ എന്ത് പഠിച്ചിട്ടുണ്ട്, ഓണിയൻ സെൽസിൻ്റെ സെൽസ് എല്ലാം മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇപ്പം നമുക്ക് പ്ലാന്റേൻ്റെ അല്ലെങ്കിൽ വാഴയുടെ റൂട്ടിൻ്റെ സെൽസ് ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞു. എല്ലാ സാധനങ്ങളും ഈ ഒരു ബോക്സിനകത്തുണ്ട്. അപ്പോൾ ആരാ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഐ വിൽ ഡു മാഡം. മനു കെയിം ഫോർവേഡ് എന്തൂസിയാസ്റ്റിക്കലി. അപ്പോൾ ഞാൻ ഇത് ചെയ്യാം മാഡം എന്ന് പറഞ്ഞിട്ട് മനു എന്തൂസിയാസ്റ്റിക്കലി മുന്നോട്ട് വന്നു. എന്തൂസിയാസ്റ്റിക്കലി എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് ഉത്സാഹത്തോടെ എന്ന് പറയും. He took the section of the root using a blade, placed it on the side and observed it through the microscope. അപ്പോൾ അവനതെടുത്തിട്ട് ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അവസാനം സ്ലൈഡിൻ്റെ മുകളിൽ വെച്ചിട്ട് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാണ്. നത്തിങ് കുഡ് ബി സീൻ. ദെൻ ഹി ടേൺ ദ നോബ് ഓഫ് ദ മൈക്രോസ്കോപ്പ്. ഫീലിംഗ് ഡിസപ്പോയിൻറ്റഡ് ഹി സെഡ്, നോ ടീച്ചർ, നത്തിങ് ഈസ് വിസിബിൾ. മനു നല്ല ആവേശത്തോടെ വന്നതായിരുന്നു, പക്ഷേ അവൻ നോബൊക്കെ പിടിച്ചിട്ട്, മൈക്രോസ്കോപ്പിൻ്റെ ഒരു പാർട്ടാണ് നോബൊക്കെ എന്ന് പറയുന്നത്, നോബ് KNOB. അപ്പോൾ അത് തിരിച്ചതിന് ശേഷം അവന് ഭയങ്കര ഡിസപ്പോയിൻ്റായി, ഭയങ്കര വിഷമമായിപ്പോയി. എന്നിട്ട് പറയുന്നത്, ഒന്നും കാണുന്നില്ല ടീച്ചറെ, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ വൈ were Manu's attempts a failure? Can you help him? For this you must know how to operate a microscope and prepare materials for observation. അപ്പോൾ എന്താ മനുവിൻ്റെ അറ്റംപ്റ്റ് ഇങ്ങനെ കുളമായി പോകാൻ എന്താ കാരണം? അപ്പോൾ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് മൈക്രോസ്കോപ്പ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്?
അപ്പോൾ ഇനി നമ്മൾ മൈക്രോസ്കോപ്സിൻ്റെ ഓരോ പാർട്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. Let's familiarize ourselves with the microscope. Observe the microscope with the help of your teacher and identify the following parts and their use. അപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്സിൻ്റെ പാർട്സ് എല്ലാം ടീച്ചറുടെ ഹെൽപ്പ് പ്രകാരം പഠിക്കുക. എന്നിട്ട് അതിന് എന്തൊക്കെയാണ് പാർട്സ് എന്നും അതിൻ്റെ യൂസസ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു മൈക്രോസ്കോപ്പ് കൊടുത്തിട്ടുണ്ട്, ഫിഗർ 1.1. ഇതിലുള്ള ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഡെഫിനേഷനൊക്കെ നമ്മൾ ഇനി അടുത്ത പേജിൽ പഠിക്കുന്നതാണ്. ആദ്യം നമുക്കതിൻ്റെ പാർട്സ് എന്താണെന്ന് പഠിക്കണം. അപ്പോൾ ഈ ഒരു പാർട്സൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഐ പീസ് ഉണ്ട്, നോബ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, മിറർ ഉണ്ട്. അപ്പോൾ ആദ്യത്തേതാണ് എന്ത് പറയുന്നത്, ഈ കാണുന്നതാണ് എന്ത്, ഐ പീസ് എന്ന് പറയുന്നത്. ഐ പീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനാണ് ഐ പീസ് യൂസ് ചെയ്യുന്നത്. ഇനി നോബാണ്. ഈ രണ്ട് നോബുകൾ കണ്ടില്ലേ, ഇതാണ് നോബ്. നമ്മൾ രണ്ടാമത് കൊടുത്തിരിക്കുന്നതിൻ്റെ നോബ് എന്താണെന്ന് വെച്ചാൽ ഇത് തിരിച്ചാലേ ഉള്ളൂ ഏത് ഫോക്കസിലാണ് നമുക്ക് കാണാൻ കഴിയുള്ളൂ, അത് മനസ്സിലാക്കാൻ എടുക്കുള്ളൂ. അതിങ്ങനെ തിരിക്കുമ്പോഴാണ് വ്യക്തമായിട്ട് നമുക്ക് ഓരോ സെൽസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തതാണ് എന്ത്, ഒബ്ജക്റ്റീവ് ലെൻസാണ് അടുത്ത് കാണിക്കുന്നത്. ഇനി അടുത്തതൊരു സ്റ്റേജും ഉണ്ട്, ഒരു ക്ലിപ്പും ഉണ്ട്. ഇതാണ് ആ സ്റ്റേജും ക്ലിപ്പും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണ്, സ്റ്റേജും ക്ലിപ്പും ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സ്ലൈഡ് വെക്കുന്നത്. ആ സ്ലൈഡാണ് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ കാണുന്നത്. ഇനി അതിൻ്റെ താഴെയുള്ളതാണ് ഈ ഒരു ബ്ലാക്ക് കളർ പോർഷനാണ് എന്ത് പറയുന്നത്, കണ്ടൻസർ എന്ന് പറയുന്നത്. കണ്ടൻസറാണ് ലൈറ്റിനെ അലോ ചെയ്യുന്നത്. അതായത് അടുത്തത് ഒരു മിററാണ്. ആ മിററിൽ നിന്ന് പ്രകാശം റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മളെടുത്തിട്ട് ഈ കണ്ടൻസർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഓരോ പാർട്സും നിങ്ങൾ ഓർഡറിൽ എഴുതിയാൽ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഓരോ പാർട്സ് ആവും. അതായത് ഫസ്റ്റ് വൺ ഐ പീസ്, സെക്കൻഡ് നോബ്, തേർഡ് ഒബ്ജക്റ്റീവ് ലെൻസ്, ഫോർത്ത് സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, പിന്നെ കണ്ടൻസർ, മിറർ. ഓക്കെ, ഇനി എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് പേജിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ദ ഫങ്ഷൻ ഓഫ് ദ മൈക്രോസ്കോപ്പ് ഇസ് ടു മാഗ്നിഫൈ ഒബ്ജക്ട്സ്. മൈക്രോസ്കോപ്പിൻ്റെ ഫങ്ഷൻ എന്താണ്, ഓരോ ഒബ്ജക്ട്സും ഇങ്ങനെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇസ് ഇറ്റ് അല്ലേ? ലെൻസസ് ആർ ഫിക്സ്ഡ് ഇൻ ദ മൈക്രോസ്കോപ്പ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ നെയിം ദ പാർട്സ് വേർ ലെൻസസ് ആർ ഫിക്സ്ഡ്. ലെൻസ് എവിടേക്കാണ് ഫിക്സ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അത് 2 പോയിൻറ്റ്സ് ഉണ്ട്. നെയിം ദ പാർട്സ് വേർ ലെൻസസ് ആർ ഫിക്സ്ഡ്. അപ്പോൾ ആ ഒരു ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ. നെക്സ്റ്റ് ഈസ് ദാറ്റ് മൈക്രോസ്കോപ്സ് ഇൻ വിച്ച് മോർ ദാൻ 1 ലെൻസ് ഈസ് യൂസ്ഡ് ആർ കോൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. ഫിഗർ 1.1 ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. എന്തുകൊണ്ടാണ്, ബിക്കോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ 3 ഒബ്ജക്റ്റീവ് ലെൻസാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ഈസ് ദാറ്റ് microscopes in which more than 1 lens is called a compound microscope. Next, analyze the given description on the basis of indicators and note down your inferences in the science diary. ഇനി എങ്ങനെയാണ് മൈക്രോസ്കോപ്പിൽ ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് ഇൻ എ മൈക്രോസ്കോപ്പ്. In the microscope, the part fixed below the stage is to reflect light on the material to be observed. അപ്പോൾ ഇതാണ് സ്റ്റേജ് അല്ലേ, ഇത് സ്റ്റേജിന് താഴെയുള്ള പാർട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട്. അതിനകത്തുള്ള കണ്ടൻസറും മിററൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്താണ്, ദിസ് അറേഞ്ച്മെൻറ്റ് വിച്ച് ഈസ് ഫിക്സ്ഡ് ഇൻ എ മെറ്റൽ റിംഗ് ഹാസ് 2 പ്ലെയിൻസ്. അപ്പോൾ ഇതിനകത്ത് ഈ മെറ്റൽ റിങ്ങിൽ ഉള്ള മിറർ 2 പ്ലെയിൻസ് ഉണ്ട്. എന്താണ് ഉള്ളത്, ഒരു പ്ലെയിൻ മിററും ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോൺകേവ് മിററുണ്ട്. ഒരു സൈഡിൽ പ്ലെയിൻ മിററും അത് തിരിച്ചു നോക്കുമ്പോൾ പിന്നെ ഒരു കോൺകേവ് മിററും ആണുള്ളത്. പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാനും കോൺകേവ് മിറർ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാനാണ്. അപ്പം പ്ലെയിൻ മിറർ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും. കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ കുറച്ച് എന്തായിരിക്കും, ഇങ്ങനെ കുഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 2 സൈഡിലുള്ള മിറർ 2 സൈഡിലും, ഒരു സൈഡിൽ കോൺകേവ് മിററും ഒരു സൈഡിൽ പ്ലെയിൻ മിററും ആയിരിക്കും. പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കോൺകേവ് മിറർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ
റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ലെൻസ് ഇൻ ദ കണ്ടൻസർ വിച്ച് ഈസ് ഫിക്സ്ഡ് ഓൺ ദ ലോവർ സൈഡ് ഓഫ് ദ സ്റ്റേജ് ഫോക്കസ് ഓൺ ദ ലൈറ്റ് ഓൺ ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. അപ്പോൾ ഇതിനകത്ത് ഉള്ള കണ്ടൻസർ, ഈ കണ്ടൻസറാണ് ഈ ലൈറ്റിനെ എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയഫ്രം. ഡയഫ്രം ഈസ് എ പാർട്ട് ഓഫ് കണ്ടൻസർ, ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഡയഫ്രത്തിൻ്റെ അവിടെ ഒരു കോല് പോലത്തെ ഒരു സാധനം ഉണ്ടാകും. അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡയഫ്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് എത്രത്തോളം ഇൻറ്റൻസിറ്റിയിലാണ് ലൈറ്റ് വരുന്നതെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ദാറ്റ് ദി ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ്. വൈ ഈസ് എ മിറർ ഫിക്സ്ഡ് ഇൻ ദ മൈക്രോസ്കോപ്പ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് എന്തുകൊണ്ടാണ് മിറർ മൈക്രോസ്കോപ്പിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്? അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡു വി യൂസ് എ സ്ലൈഡ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ടു പ്ലേസ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്? അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ റൂട്ട് ഓഫ് പ്ലാന്റേനൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ സ്ലൈഡിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്ലൈഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യന്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് വൈ ഈസ് എ മിറർ ഫിക്സ്ഡ് ഇൻ എ മൈക്രോസ്കോപ്പ്? എന്തുകൊണ്ടാണ് ഒരു മിറർ മൈക്രോസ്കോപ്പിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്? ദ ആൻസർ ഈസ് ദാറ്റ് ദ മിറർ ഈസ് ഫിക്സ്ഡ് ടു ഫോക്കസ് ദ ലൈറ്റ് ഓൺ ദ ഒബ്ജക്ട്സ് ടു ബി ഒബ്സർവ്ഡ്. മിറർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിറർ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫിക്സ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. Next question is that why do we use a slide made of glass to place the material to be observed? എന്തുകൊണ്ടാണ് നമ്മൾ ഗ്ലാസിൻ്റെ സ്ലൈഡ് ഉപയോഗിച്ചിട്ട് ഒബ്സർവ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് സർഫസ് ആണ് ഈ മെറ്റീരിയലിലേക്ക് ലൈറ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ് സ്ലൈഡ് യൂസ് ചെയ്യുന്നത്. ഗ്ലാസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് എ മൈക്രോസ്കോപ്പ്? അല്ലേ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി അക്യുറസി എന്ന് പറയുന്നത് ഈസ് ഇൻ യൂസിങ് എ മൈക്രോസ്കോപ്പ് ക്യാൻ ബി അറ്റൈൻഡ് ഓൺലി ത്രൂ പ്രാക്ടീസ്. അല്ലേ, പെട്ടെന്ന് ഇപ്പോൾ മനു അല്ലെങ്കിൽ മീനു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല, അല്ലെ മനു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. കാരണം എന്താ, അത് ഒരു പ്രാക്ടീസ് വേണം. പെട്ടെന്നൊരു സമയത്ത് നമുക്ക് ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്താ, നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് എല്ലാം പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ മുകളിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ, നെയിം ദ പാർട്സ് വേർ ലെൻസ് ആർ ഫിക്സ്ഡ് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു എവ്രി വൺ, ഹാവ് എ നൈസ് ഡേ.